ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ, ഇന്നലെ രാത്രി താങ്കളോട് സംസാരിക്കുമ്പോൾ താങ്കളുടെ ആദ്യത്തെ വാചകം അനാഥനായി എന്നുള്ളതാണ്. ഭാഷയും സാഹിത്യവും അനാഥമായി എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. MT വാസുദേവൻ നായരുടെ വിയോഗം മലയാളത്തിന് ബാക്കി വെക്കുന്നത് എന്താണ്? തീർച്ചയായും എഴുത്തിൻ്റെ ഒരു വംശവൃക്ഷം തന്നെയാണ് വീണത്. എല്ലാ അർത്ഥത്തിലും പൂർണ്ണ എഴുത്തുകാരനായിരുന്നു. ഒരു സമ്പൂർണ്ണ എഴുത്തുകാരൻ്റെ സർവമുഖ പ്രതിഭ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അനാഥരുടെയും ദുഃഖിതരുടെയും ദരിദ്രരുടെയും നിഷ്കാസിതരുടെയും തള്ളിമാറ്റപ്പെട്ടവരുടെയും ഏകാകികളുടെയും ഒറ്റപ്പെട്ടവരുടെയും മനസ്സിലിരുന്നു കൊണ്ട് ലോകത്തെ വായിക്കുകയാണ് MT ചെയ്തത്. വേലായുധേട്ടൻ എന്ന ഒരു മനോരോഗിയുടെ മനസ്സിലിരുന്ന് ലോകത്തെ കണ്ട ആ ഒരൊറ്റ കഥ ലോകത്ത് മനോരോഗികളുടെ ചികിത്സയ്ക്ക് പാഠപുസ്തകമാക്കാവുന്ന ഒരു കഥയാണ്. അത്തരത്തിൽ മറ്റൊരു കഥ ലോകത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് MTയുടെ തന്നെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങളാണ്. ഇങ്ങനെ മനോരോഗികൾ, ഒറ്റപ്പെട്ടവർ, അനാഥർ, ഇവരൊക്കെ MTയുടെ പ്രിയപ്പെട്ടവരായിരുന്നു. ഒരു എഴുത്തുകാരൻ എന്നും നല്ല എഴുത്തുകാരൻ ചെയ്യേണ്ടത് മുഖ്യധാരയിലില്ലാത്ത മനുഷ്യരുടെ ജീവിതം ആവിഷ്കരിക്കുകയാണ്. MT വന്നത് കൂടല്ലൂർ എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ്. ഒരു വശത്ത് പുഴയാണ്, വടക്കേ പുഴയും തെക്കേ പുഴയും അടങ്ങുന്ന വലിയൊരു പുഴ. മറുവശത്ത് താന്നിക്കുന്നും പറക്കുളം മേച്ചിൽപ്പറമ്പും ഉള്ള കുന്ന്. അതിനിടയിൽ റോഡ് പോലും ഇല്ലാത്ത ഒരു ചെറിയ പ്രദേശമാണ് കൂടല്ലൂർ. കൂമാൻതോട് തൊട്ട് കൈതക്കാട് വരെയുള്ള പ്രദേശം എന്നാണ് MT തന്നെ എഴുതിയിട്ടുള്ളത്. ആ ചെറിയ പ്രദേശത്ത് ജനിച്ചു വളർന്ന് ആ ഗ്രാമത്തിൻ്റെ കഥകളും കൊണ്ടാണ് അദ്ദേഹം ലോകസഞ്ചാരം നടത്തിയത്. MT തന്നെ പറഞ്ഞിട്ടുണ്ട്, തളരുമ്പോൾ മണ്ണിനെ കെട്ടിപ്പുണർന്ന് കിടക്കുന്ന ട്രോജൻ പടയാളികളെ പോലെ ഞാൻ തളരുമ്പോഴൊക്കെ വരുന്നത് എൻ്റെ ഗ്രാമത്തിലേക്കാണ്. അങ്ങനെ ആ മണ്ണിൻ്റെ സ്മരണകളെ കെട്ടിപ്പുണർന്ന് കിടന്നുകൊണ്ട് ലോക സാഹിത്യത്തിൽ കൂടല്ലൂരിനെ ഒരു അനശ്വര ഗ്രാമമാക്കി MT മാറ്റി. ഫോക്നറുടെ യോക്ന പാട്ട പോലെയും തോമസ് ഹാർഡിയുടെ എസെക്സ് പോലെയും മാർക്കസിൻ്റെ മക്കൊണ്ട പോലെയും പേര് പറയാത്ത ഒരു വിശ്വചരിത്ര ഗ്രാമമായി കൂടല്ലൂർ എന്ന ഒരു ചെറിയ ഗ്രാമത്തെ മാറ്റി തീർക്കുക എന്നത് ഒരു എഴുത്തുകാരൻ ചെയ്യുന്ന മാജിക്കാണ്. ഈ പാരായണക്ഷമമല്ലാത്ത ഒരു വരി പോലും MT എഴുതിയിട്ടില്ല. അത്യാവശ്യം ഭാഷ കൂട്ടി വായിക്കാൻ അറിയുന്ന ഏതൊരാൾക്കും വായിക്കാവുന്നതാണ് MTയുടെ സാഹിത്യം. MTയുടെ സിനിമകളും അതുപോലെ തന്നെയാണ്. ആ അർത്ഥത്തിൽ സാധാരണക്കാരുടെ ജീവിതം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി 7.5 പതിറ്റാണ്ട് കാലം മലയാളിയുടെ ഹൃദയത്തിന്മേൽ അധികാരം സ്ഥാപിച്ച അത്യപൂർവ എഴുത്തുകാരനാണ്. ഞാൻ ആ പ്രദേശത്തുകാരനാണ്. എൻ്റെ വീട്ടിൽ നിന്ന് 10-12 കൂടല്ലൂരായി. നാടിനെ എനിക്കറിയാം. ആ ഗ്രാമത്തെ എങ്ങനെയാണ് ഈ മനുഷ്യനെ അനശ്വരമാക്കിയത് എന്ന് അത്ഭുതാദരങ്ങളോട് കൂടിയാണ് ഞാൻ കൂടെ നടന്ന് കണ്ടിട്ടുള്ളത്.